ശ്രീ കെ അനിൽകുമാർ ടെലിഫോണിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇന്നത്തെ യോഗമുണ്ട് എന്ന തീരുമാനം വന്നപ്പോൾ അങ്ങേ ടെലിഫോണിൽ നമ്മൾ ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ആ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കേരളയിൽ MD കൂടുതലായി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. അങ്ങ് ഇന്നലെ തന്നെ പറഞ്ഞത് റെയിൽവേ പറയുന്ന നിർദ്ദേശങ്ങൾ നടപ്പാകുന്ന പ്രശ്നമില്ല എന്നാണ്. അങ്ങനെ തന്നെയാണോ? അല്ല, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ചേർന്നാണ് ഈ റെയിൽവേ സംവിധാനം റെയിൽ എന്ന് പറഞ്ഞ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽ എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിൻ്റെതല്ല, കേരളത്തിന്റെ മാത്രമല്ല, കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേകൾ കൂടി പങ്കാളിത്തമുള്ളൊരു സ്ഥാപനമാണ് എന്ന കാര്യം പ്രാഥമികമായി നാം ഓർക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ത്യൻ റെയിൽവേ അത് മറന്നുകൊണ്ട് റെയിൽ എന്ന് പറയുന്നത് അന്യദേശത്തുള്ള അന്യഗ്രഹത്തുള്ള ഏതോ സ്ഥാപനമാണെന്ന നിലയ്ക്കാണ് വിവേചനപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിന്റെ ദുർമുഖം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ കേരളത്തോട് കാണിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താണ്? നിലവിലുള്ള തീവണ്ടിപ്പാതകളെ മെച്ചപ്പെടുത്താനാണോ റെയിൽ ഉണ്ടാക്കിയത്? അല്ല. ഇന്ത്യ രാജ്യത്ത് അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്താണല്ലോ റെയിൽ ഉണ്ടാക്കിയത്. അതിന്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്ന വിധമുള്ള പദ്ധതികളുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നാൽ റെയിലിനെ കേന്ദ്രം ഇല്ലാതെയാക്കുകയാണ്. എന്നിട്ട് കേന്ദ്ര സർക്കാർ നിർബന്ധമായി ഇവിടെ നിർവഹിക്കേണ്ട അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ കേരളത്തിൽ 3-4 തീവണ്ടിപ്പാതകൾ കേന്ദ്രം അനുവദിക്കുക തന്നെ വേണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി റെയിലിന് പകരമാണ് കേരളം അതിന് പണം മുടക്കിയുള്ളൂ എന്ന് പറയുന്നത് കുരുട്ടുബുദ്ധിയാണ്, സൂത്രബുദ്ധിയാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചെലവാകില്ല. ഈ വന്ദേ ഭാരത് ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളും അടക്കം ഓടിക്കാൻ കഴിയുന്ന സംവിധാനം ആണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് റെയിൽവേയുടെ നിർദ്ദേശമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ഇന്നത്തെ യോഗത്തിൽ കൂടുതൽ കേരളത്തിന്റെ താല്പര്യങ്ങളെ ബോധിപ്പിക്കാൻ സാധിക്കുമോ? അല്ല, 3-4 തീവണ്ടിപ്പാതകൾ ഉണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തോട്ടെ. ഇവിടെ ആർക്ക് തടസ്സം? അതിന്റെ ആദായം എടുക്കുന്ന കേന്ദ്ര സർക്കാരാണല്ലോ. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണ് വന്ദേ ഭാരത് ഇന്ത്യ മുഴുവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചാണോ? അല്ല. കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്താണ് നയം? അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇക്കാര്യത്തിൽ സുതാര്യമായ നിലപാട് സ്വീകരിക്കണം. അല്ലാണ്ട് കേരളം വരുമ്പോൾ കേരളത്തിന് പ്രത്യേക ഒരു പദ്ധതി അത് വേണ്ട. റെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈസ്പീഡ് റെയിൽവേക്ക് വേണ്ടിയാണ്. ആ ഹൈസ്പീഡ് റെയിൽവേ എന്ന് പറയുന്നത് വേറൊരു പദ്ധതിയാണ്, അത് വേറിട്ട പദ്ധതിയാണ്, അത് സ്റ്റാൻഡ് അലോൺ ആണ്. നമ്മുടെ റോഡുകളിലെ സഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതിയാണ്. ഇതിപ്പോ ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയായ സിൽവർ ലൈൻ വേണം എന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാരും അങ്ങനെ പറ്റില്ല, വന്ദേ ഭാരത് അടക്കം ഗുഡ്സ് ട്രെയിനുകൾ അടക്കം ഓടുന്ന ഒരു പദ്ധതിയായ സിൽവർ ലൈൻ വരും എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത് പുതിയ തർക്ക വിഷയമായി മാറുമോ? അല്ല, തർക്കമൊന്നുമില്ല. കേരളത്തോട് കേന്ദ്രം ദ്രോഹപരമായ നിലപാട് സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഇവിടെ ഉണ്ടാകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് മാത്രമേ അക്കാര്യത്തിലുള്ളൂ. കേന്ദ്രത്തിന് തിരുത്തേണ്ടി വരും. കേരളം പോരാടി നേടും, കേന്ദ്രത്തിന് തിരുത്തേണ്ടി വരും. ഇന്ത്യ മുഴുവൻ ഹൈസ്പീഡ് തീവണ്ടി ആവാം, കേരളം മാത്രം വേണ്ട എന്ന നിലപാട് അംഗീകരിക്കാനാവില്ല. ഇനിയിപ്പോ ഈ പദ്ധതി വരുന്നത് ഏത് രീതിയിലാണെങ്കിൽ പോലും അലൈൻമെന്റിൽ വ്യത്യാസം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോഴും ഈ സമരവും പ്രതിഷേധവും അങ്ങനെ തന്നെ തുടരില്ലേ ശ്രീ അനിൽകുമാർ? അല്ല, നമുക്ക് 3-4 തീവണ്ടിപ്പാത കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നാൽ തർക്കം വരുമോ? കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് സ്ഥലം എടുത്തു കൊടുക്കുന്നില്ലെന്നാണ്. അതല്ലേ കേന്ദ്രമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ഥലം എടുത്ത് കൊടുക്കുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി പറയുക. അതേ മന്ത്രിയുടെ നേതാക്കന്മാരെല്ലാം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ സമരത്തിൽ ഇറങ്ങുക. ഈ വികൃതമായ അഭ്യാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, എന്തായാലും ഈ യോഗത്തിലേക്ക് ഇപ്പോൾ റെയിൽ MD ചെല്ലുമ്പോൾ അവരുടെ പക്കൽ ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ. ആ പ്ലാൻ എന്തായിരിക്കും? അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ആ പ്ലാൻ എന്തായിരിക്കും? റെയിൽവേ പറയുന്നതിനനുസരിച്ച് ഏതെങ്കിലും രീതിയിൽ അതിന് അല്പം സ്വാധീനം കിട്ടുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണത്തിലേക്ക് പോകാമെന്നാണോ, അതോ തങ്ങളുടെ നിലപാട് വ്യക്തമായി കാര്യം ബോധിപ്പിച്ച ശേഷം പോരുക എന്നതായിരിക്കും? കാര്യമല്ല, ഈ കാര്യം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റണം. അർദ്ധ അതിവേഗ തീവണ്ടിപ്പാതകൾക്ക് സ്റ്റാൻഡ് അലോൺ പ്രൊജക്റ്റാണ് ഇന്ത്യ രാജ്യത്ത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഹമ്മദാബാദ് ബോംബെ റൂട്ടിലെ തീവണ്ടിപ്പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് കേരളത്തിനാകാമെന്ന് പറയുന്നത് കേരളത്തോട് എന്തുമാകാമെന്നുള്ള മോദി സർക്കാരിന്റെ ധിക്കാരമാണ്. ആ ധിക്കാരം തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഞങ്ങളോട് സംസാരിച്ചത്. എന്തായാലും